ഇതാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അവിടെ ഒരു വെള്ളം ഒരു കുഴിന്ന് വരണത് ഒരു സാമില് കണ്ടു എന്നാണ് പറയുന്നത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ വെള്ളം. ഹായ് ഫ്രണ്ട്സ്, സുമസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. ട്രാവൽ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കുള്ളൊരു യാത്ര. അച്ഛൻ്റെ പെങ്ങളുടെ വീടാണ്. ഇപ്പോൾ അച്ഛൻ്റെ വീടൊക്കെ പോയി, അവിടെ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലമൊക്കെ അധികം ആ സ്ഥലത്തായിരുന്നു. മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് അധികം കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും. തൃശ്ശൂരാണ്, തൃശ്ശൂർ അപ്പുറം വടക്കാഞ്ചേരി ആ ഭാഗത്താണ്. അപ്പോൾ അവിടെ ഉള്ള കുറേ വിശേഷങ്ങൾ, നാട്ടുവിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ അമർത്തുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, ഷെയറൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ബൈ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ഏതാണ്ട് റോഡ് ഹൈവേ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും. നമ്മുടെ 47 വഴിയാണെങ്കിലും NH17 വഴിയാണെങ്കിലും പോയി കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്കായിരിക്കും. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഈ രണ്ട് വഴിയുടെ നടുക്കിയ കൂടി ഒരു പാരൽ റോഡ് പോകുന്നുണ്ട്. നേരെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ടച്ച് ചെയ്യാണ്ട് ഉള്ളുവഴി കൂടി നേരെ പോയി വെള്ളാങ്കല്ലൂർ ചെന്ന് കയറുന്ന ഒരു വഴി കിടക്കുന്നുണ്ട്. അതാകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പാടത്തിൻ്റെ ഒക്കെ നടുക്കിയ കൂടി അങ്ങനെ നല്ല സീനൊക്കെ കണ്ട്, നല്ല സീനറിയൊക്കെ കണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണത്. അപ്പോൾ ഞങ്ങൾ ആ വഴി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ അറിയാലോ, നമ്മുടെ ജ്യോദേവി, മാധവുണ്ട്, മഹാദേവുണ്ട്. മാധവേ കയ്യാണിച്ചാ, മഹാദേവ് കയ്യാണിച്ചാ, അച്ചു മാധവ്, ദേവ മഹാദേവ്. അപ്പോൾ അവര്, പിന്നെ എൻ്റെ അച്ഛൻ സുധാകര മേനോൻ, അമ്മ തങ്കമണി, MR തങ്കമണി. ഞങ്ങളപ്പോൾ വന്ന് ഇരിങ്ങാലക്കുട എത്തി. ഇരിങ്ങാലക്കുടയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒരു വണ്ടിയിൽ ആൾക്കാരെ ഞങ്ങൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. എൻ്റെ കസിൻസാണൊക്കെ. അപ്പോൾ അവരൊന്ന് പരിചയപ്പെടാം. പുറകിൽ ഇത് നേരെ സിന്ധേച്ചി, അത് ഷിയേച്ചേൻ്റെ അമ്മയുടെ മക്കളാണ്, 2 മക്കള്. അതിൻ്റെ പുറകിലത്തെ റോയില് ഉണ്ണിയാട്ടൻ, സിന്ധേച്ചിയുടെ ഹസ്ബൻഡ്. അതിൻ്റെ അടുത്തിരിക്കുന്നത് അവരുടെ മക്കള് പാവച്ചിയും മിന്നൂസും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി. അതായത് അമ്മയുടെ വീട്ടിൽ, തൃശ്ശൂർ ഞാൻ പറഞ്ഞില്ല, മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ വന്ന് ഞങ്ങൾ അടിച്ചു പൊളിച്ച് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് രാത്രി നമ്മുടെ ദൃശ്യം 2 സിനിമയൊക്കെ കണ്ടിട്ട് സൂപ്പർ പടം, ഒന്നും പറയാനില്ല. കാണാത്തവർ കണ്ടോ, ഫുൾ സസ്പെൻസാണ്. അടിപൊളി പടം. ലാലേട്ടനൊക്കെ തകർത്തിട്ടുണ്ട്. അജിത്ത് ജോസഫ് സാറിന് ഹാറ്റ്സ് ഓഫ്. അത്രയും സൂപ്പർ പടമാണ്. അപ്പോൾ അതെല്ലാവരും കാണാം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോൾ 1:30 മണി 2 മണി അങ്ങാണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് 9:30 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നല്ല കാറ്റും, ഇപ്പോൾ കാറ്റ് മാറിയിട്ട് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. യാദൃശ്യമായിട്ടുള്ള മഴയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ മഴയില്ലാത്തതാണ്, പക്ഷേ ഇന്ന് മഴ. പക്ഷേ കാറ്റെല്ലാ ദിവസവും നല്ല കാറ്റാണ് പറഞ്ഞത്. എല്ലാ ദിവസവും രാവിലെ നല്ല, രാത്രി നല്ല, രാത്രിയൊക്കെ നല്ല കാറ്റായിരുന്നു, ഫുൾ കാറ്റായിരുന്നു. ഇപ്പോഴും നല്ല കാറ്റാണ്. അപ്പോൾ ഇവിടുത്തെ വീടും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. നേരെ കാണുന്ന വഴി കൂടിയാണ് വന്ന് അവിടെ കയറിയത്. വണ്ടി അവിടെ പറഞ്ഞിട്ടു അങ്ങനെ വന്ന്. ഇതാണ് അമ്മയുടെ വീട്. ഇതിൻ്റെ മുമ്പിൽ വണ്ടി വരും കേട്ടോ, അത് ഗേറ്റ്. പക്ഷേ വണ്ടി ഇടാനായിട്ട് ആ സൈഡിൽ കൂടി പറഞ്ഞ വഴിയുണ്ട്. അപ്പോൾ ഞാൻ കയറ്റി. ഇതേ ഫ്രണ്ടിലിരിക്കുന്നത് അമ്മയുടെ മോളുടെ ഹസ്ബൻഡാണ്, മധു.
ഇന്നലെ കണ്ട നമ്മുടെ ഉണ്ണിയേട്ടൻ ചായയോട് ബ്രേക്ക്ഫാസ്റ്റാണ് എന്നാണ് കാലത്ത് തന്നെ ഇടിയപ്പവും ചിക്കൻ. ബെസ്റ്റ്. ഇത് അമ്മായിയുടെ മോളുടെ ഇളയ മോനാണ്. ഇത് അമ്മയുടെ മോളുടെ മൂത്ത മോൻ. കാലത്ത് അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ചേർത്തോണ്ടിരിക്കുകയാണ് ഇടിയപ്പം ചിക്കനായിട്ട്. നല്ല ഈ മണം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം വരുന്നത്. എക്സ്ക്യൂസ് മീ, നല്ല മണമുള്ള മണം. എക്സ്ക്യൂസ് മീ, ഇതാണ് എൻ്റെ അമ്മായി, അച്ഛൻ്റെ ഇളയ പെങ്ങളാണ്. ഈ അമ്മായി ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം എന്നുള്ളതാണ് സത്യം. അതായത് ഇതാണ് അമ്മായിയുടെ മോള്, ആകപ്പാടുള്ളൊരു മോളാണ്. അമ്മാവൻ നേരത്തെ മരിച്ചുപോയി. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മാവൻ മരിച്ചുപോയി. പിന്നെ അമ്മായി തന്നെയാണ്, അവളിടയ്ക്ക് വരും, നിൽക്കും, അങ്ങനെയൊക്കെ. എന്നാലും ഇവിടെ നാട്ടിൻപുറം ആയതുകൊണ്ടും വളരെ എല്ലാ അയൽവക്കക്കാരൊക്കെ ആയിട്ടും എല്ലാം വളരെ അധികം അയൽവക്കൊന്നും ഇല്ല എങ്കിലും ഉള്ളതൊക്കെ നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. പിന്നെ നാട്ടുപുറം അറിയാമല്ലോ, വേറെ ശല്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ടൗൺ മാതിരിയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ അമ്മായി ഒറ്റയ്ക്കാണ് വീട്ടിൽ. ഇത് പഴയ ഒരു ചെറിയ തറവാട് മച്ചക്കുള്ളൊരു വീട്. ഞങ്ങൾ ഇന്നലെ ഈ ഹോളിൻ്റെ അകത്തിരുന്നിട്ടാണ് എല്ലാവരും കൂടി ഈ പറഞ്ഞ ദൃശ്യം കണ്ടത്. ഫുള്ളായിരുന്നു, ഹൗസ്ഫുള്ളായിരുന്നു തിയേറ്റർ. ഇത് മച്ച്. ഇവിടെയാണ് ഞങ്ങൾ കുറേ പേര് ഇവിടെ കിടന്നത്, കുറേ പേര് താഴ്ച കിടന്നു. ആ ഒരു സെറ്റപ്പ്. മഴ അങ്ങനെ തകർത്ത് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറെ കാലം നമ്മൾ മഴ കണ്ടിട്ട്, എന്തായാലും നമ്മൾ വന്നത് മഴ ശരിക്കും ആഘോഷിക്കേണ്ടത് തോന്നുന്നുണ്ട്. അടിപൊളി. മഴ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞാൻ പറഞ്ഞത് നല്ല അടിപൊളി കുളമുണ്ട്. പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ വെക്കേഷനൊക്കെ വന്ന് എപ്പോഴും നിന്നിരുന്ന വീടാണ് ഇതും. അച്ഛൻ്റെ തറവാടപ്പുറത്തുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കൂട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ ഈ ഇടവഴികളിൽ കൂടിയും പറമ്പിൽ കൂടിയും പാടത്തിൽ കൂടിയൊക്കെ നടന്ന് കുളത്തിലൊക്കെ പോയിട്ടൊക്കെയാണ് തകർത്തുകൊണ്ടിരുന്നത്. വെള്ളത്തിലൊക്കെ കിടന്ന് കളിക്കുമായിരുന്നു. അപ്പോഴൊന്നും വലിയായിട്ട് നീന്തലൊന്നും പഠിച്ചിട്ടുണ്ടായില്ല. ഇതൊക്കെ ഇറങ്ങി കളിക്കും. ചേട്ടന്മാരൊക്കെ ചെയ്യുന്നതായിരുന്നു, അമ്മയുടെ മക്കളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം തകർത്തും എല്ലാ ആലിൻ്റെ പൊക്കത്തൊക്കെ നിന്ന് സ്ഥലത്തോട്ടൊക്കെ ഡൈവ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരായിരുന്നതൊക്കെ. അപ്പോഴൊക്കെ നിന്ന് കളിച്ചിട്ടുണ്ട്. അപ്പോൾ നീന്തൽ പഠിക്കാൻ പറ്റില്ല. നീന്തൽ പഠിച്ചത് ഈ പറഞ്ഞ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ അടുത്താണ്. എന്തായാലും മഴ തകർക്കുവാണ്. നമുക്ക് എങ്ങോട്ട് ഇറങ്ങാൻ എപ്പോഴാണ് പറ്റുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോക്കാം. ഒരാളെ പരിചയപ്പെടുത്താൻ പറ്റില്ല. ഇത് നന്ദിനി ചേച്ചി, അതായത് നന്ദിനി ഒപ്പോൾ എന്ന് വിളിക്കുന്നത് നമ്മുടെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോൻ്റെ ഭാര്യ. കൺഫ്യൂഷനായി. അച്ഛൻ്റെ പെങ്ങളുടെ മോൻ്റെ ഭാര്യ, സിമ്പിളായിട്ട് പറയാം. നന്ദിനി ചേച്ചി ഇവിടെ അടുത്ത വീട്ടിലാണ്. നന്ദിനി ചേച്ചി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതായത് ശിവേട്ടൻ ഭർത്താവ്, ചേട്ടൻ ഗൾഫിലാണ്. പിന്നെ 2 മക്കൾ. മോള് കല്യാണം കഴിഞ്ഞ ദുബായിലാണ്. മോനിപ്പോൾ ഷിപ്പിൽ കയറി. അപ്പോൾ അവനും പോയി. ഇപ്പോൾ ആൾ ഒറ്റയ്ക്കായി. അപ്പോൾ ഞങ്ങൾ കുളത്തിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കുളത്തിൻ്റെ കരയിലോട്ട് എത്തിയിരിക്കുന്നു. അയ്യോ, ഇവിടുത്തെ ഒരു വലിയ ആലുണ്ടായിരുന്നു. അയ്യോ, ആല് വെട്ടിക്കളഞ്ഞു. ആ ആലിൻ്റെ പൊക്കത്തുനിന്നായിരുന്നു, നല്ല ഹൈറ്റുള്ള ആലായിരുന്നു. ആ ആലിൻ്റെ പൊക്കത്തുനിന്നായിരുന്നു ചേട്ടന്മാരൊക്കെ തകർത്ത് ചാടി ഇരുന്നത്. അതായത് നല്ല ഹൈറ്റിലായിരുന്നു, ഭയങ്കര ഹൈറ്റുള്ള ആല. അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നൊക്കെ കുളത്തിലോട്ട് ചാടുന്ന ചേട്ടന്മാരൊക്കെ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇവിടെയാണ് അന്നത്തെ ആഘോഷങ്ങൾ. വെള്ളം കുറവാണ്. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ കയറി കിടക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ
ഇവിടെയാണ് ആലുണ്ടായിരുന്നത്. ഈ മൂലത്തിൽ വലിയ ആൽമരം ഇതിവിടെ ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. അതിൻ്റെ മുകളിൽ ഏറ്റവും പൊക്കത്ത് കയറിയിട്ട് ചേട്ടന്മാരൊക്കെ ചാടുമായിരുന്നു. വെള്ളം ഇറങ്ങാൻ പറ്റണോ? ഓ വേണ്ട, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ആകെ പൂപ്പലൊടിച്ച് കിടക്കണം, നമ്മുടെ കളറ് മൊത്തത്തിൽ മാറും. ഫ്രണ്ട്സ്, അപ്പം ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. കാറെടുത്തേക്കാണ്, കാരണം എല്ലാവർക്കും കൊടേരി നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷെ എല്ലാവർക്കും നടന്നു പോകാനായിട്ട് പറ്റില്ല. അമ്മയൊക്കെ നടന്ന് ഒരു കയറ്റം കയറണം. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോന്നു. അപ്പോൾ ഞാൻ വണ്ടിയും കൊണ്ട് പോയിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് ആ വഴി കൊടേരി മലയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ വണ്ടിയിൽ കൊള്ളാവുന്നവരൊക്കെ കയറി കൊണ്ട് പോന്നിട്ടുണ്ട്. ഒരു 3 പേര് മാത്രം മിസ്സിങ് ആണ്, അവർ നടന്നു വരണുണ്ട് പുറകെ. അപ്പം ഇതാണ്, ഈ കാണുന്നതാണ് കൊടേരി അമ്പലം അല്ലേ അമ്മ? കോടശ്ശേരി ശിവപാർവതി ക്ഷേത്രമാണ്. ശിവനും പാർവതിയും കൂടിയുള്ള ക്ഷേത്രമാണത്. സാധാരണ ഒരു ക്ഷേത്രം പോലെയല്ല. ഇവിടുത്തെ ശിവനും പാർവതിയും ഒരേ ദിശയിലേക്ക് ഇരിക്കുന്നതാണ്. മറ്റേത് ബാക്കിലാണ് പാർവതി എന്നല്ലേ പറയുന്നത്. ഇത് ഒരേ ദിശയിലേക്ക് ഇരിക്കുന്നതാണ്. ഭയങ്കര ശക്തിയാണ് ഇവിടേക്ക് എന്നാണ് പറയുന്നത്. ശിവനും പാർവതിയും ഒരേ ദിശയിലേക്ക് രണ്ടാളും നിൽക്കണ പോലെ തന്നെ. ഓ അങ്ങനെ ശിവനും പാർവതിയും ഒരേ ദിശയിലേക്ക് ദർശനം കൊടുത്തുകൊണ്ടുള്ള രീതിയിലിരിക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ വർഷത്തിൽ 12 ദിവസം അല്ല, കർക്കിടവാവ് മാത്രമാണ് പ്രധാനമായിട്ടുള്ളൂ ഇവിടെ. ഇപ്പൊ പിന്നെ ഒരു കോടശ്ശേരി വാവ് എന്ന് പറയും, മാസത്തിലെ വാവ്. അതാണ് ഇവിടെ. അതാണ് നമ്മുടെ കാവടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കാവടി, നിലക്കാവടി എന്നൊക്കെ പറയണെങ്കിൽ നല്ല ഹൈറ്റുള്ള കാവടിയൊക്കെ വെച്ചിട്ട് കാവടികളാണ്. അത് പിന്നെ ഓരോ ദേശത്തുനിന്ന് വരുന്നതൊക്കെ ഉണ്ടല്ലോ, പല പല ദേശങ്ങളിൽ നിന്ന്. അതായത് കിഴക്ക് വടക്ക് അങ്ങനെ ഓരോ ദേശങ്ങൾ, വടക്കുമുറി തെക്കുമുറി അങ്ങനെയുള്ള രീതിയിൽ വലിയ വലിയ കാവടികൾ, നിലക്കാവടികൾ വന്ന് ചേർന്ന് ഇവിടെ കൊട്ടിയാടി ഭയങ്കര ജനങ്ങളും ബഹളവും ആയിരിക്കും. അങ്ങനെ ഒരു സംഭവം. പിന്നെ ഇവിടെ മറ്റേ വെള്ളം കണ്ടത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അവിടെ ഒരു വെള്ളം ഒരു കുഴിന്ന് വരണത് ഒരു സ്വാമിജി കണ്ടു എന്നാണ് പറയുന്നത്. ആ സ്വാമിജി അപ്പൊ നാട്ടുകാരോട് പറഞ്ഞു ഇവിടെ ഒരു അഷ്ടമംഗല പ്രശ്നം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചു. അപ്പൊ ഇവിടെ ശിവസാന്നിധ്യം ഉണ്ട്. അപ്പൊ ഇവിടെ കർക്കിടവാവ് കൂട്ടാൻ പ്രാധാന്യമാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ കർക്കിടവാവ് തുടങ്ങിയത്. വാവിന്റെ ടൈമിൽ മാത്രമാണ് അവിടെ വെള്ളം വരുന്നത്. അല്ല, സ്ഥിരം എന്തേ വെള്ളം വരുന്നുണ്ട് എല്ലാ ദിവസവും. ആ വെള്ളം വറ്റണില്ല, അതിങ്ങനെ ഇപ്പോഴും ഉണ്ട്. മൂലക്കിൽ നിൽക്കാൻ കാണായിരുന്നു. ഏത് വേനൽ കാലത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും എന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉറവ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഇപ്പതേ ആ കുഴിയിൽ നിന്ന് വെള്ളം മുക്കിയിട്ടാണ് ഇവിടുത്തെ അഭിഷേകവും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അല്ല, എല്ലാ കാര്യങ്ങളും അവിടെ കരടൊന്നും വരാണ്ടിരിക്കാൻ മേഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കുഴിയുണ്ട്. നമുക്കത് നോക്കാം, അവിടെ കാണാൻ പറ്റും നോക്കാം. മുകളിലോട്ട് കയറിയിട്ടാണ് തോന്നുന്നത്. ഈ വാവിൻ്റെ അന്ന് പാനകം കൊടുക്കും, ഓരോ ഗ്ലാസ് പാനകം കൊടുക്കും. അത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കണത്. അതായത് ചുക്കുനീരോ പാനകം. അന്നത്തെ ദിവസം വെച്ചാൽ വെള്ളം ഭയങ്കരമായിട്ട് അന്ന് കൂടുതൽ വെള്ളം വരുന്ന പറഞ്ഞത് ഒരു കുഴിയാണ്, ഒരു പാറ കുഴിയിലേക്കാണ് ഈ വെള്ളം വരുന്നത്. അന്ന് അത് തീർത്ഥമായിട്ട് ആൾക്കാരെടുത്ത് കുടിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ അമ്പലമായി. അമ്പലമായി. ഇപ്പോഴും ആ വെള്ളത്തിന് ഒരു കുറവില്ല. ആ കുഴിയിൽ വരുന്ന വെള്ളത്തിന് അതാണ് അങ്ങനെ തുടങ്ങി വെച്ചു. ഞാൻ എന്റെ കുഞ്ഞുനാളിലൊക്കെ വരുമ്പോഴും കിണറില്ല, ഇതിലെ ആവശ്യത്തിന് മുഴുവൻ ആ വെള്ളമാണ്. ഇത് പൈപ്പിട്ടേക്കണ അവിടെ നിങ്ങടെ പൈപ്പിട്ടിട്ട് ഈ വെള്ളം പുറത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അമ്പലത്തിലേക്കുള്ള വെള്ളമാണല്ലേ. ഇവിടെ കൈ കഴുകുക, ഇത് ആവിന്റെ സമയത്താണ് ഇവിടെ ചളിയ വഴി. ഇപ്പൊ എല്ലാ ദിവസം ഇതുണ്ടല്ലോ ഇവിടെ, എല്ലാ ദിവസവും പൂജ ഉണ്ടാകാറുണ്ട്. കോടശ്ശേരിമല ശിവപാർവതി ക്ഷേത്രം, അതാണ് കറക്റ്റ് പേര്. തീർത്ഥം എന്നത് ഇവിടെ അല്ലേ മൈ? ആ ഷെഡിലാണ്, ആ കാണുന്ന ഷെഡിലാണ് തീർത്ഥം വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയാണ് ശിവന്റെ കാൽപ്പാടുള്ളത്. നമ്മൾ ശരിക്കും കയറാറുള്ളത് അമ്പലത്തിന്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണല്ലേ. അടിപൊളി എത്തി. ആഹാ, അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാണ്. അടിപൊളി കുളത്തിലാണ്, രണ്ടുപേരും കുളിക്കണ്ട. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പ് ചെയ്യാം. ഹാവ്, ഒന്നും പറയാനില്ല, സൂപ്പർ സൂപ്പർ. ഇത്തിരി കഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഫൈനലി അവിടെ എത്തിയേക്കാണ്. ഇറങ്ങിക്കോ. ഇറങ്ങിക്കോ. വരാ അച്ഛ വരാ. കേട്ടോ
ദേവനെ ഇതൊന്ന് കവറപ്പ് ചെയ്യട്ടെ. ആ അറിയിക്കോ അപ്പൊ അടിപൊളി കുളം കണ്ടുപിടിച്ചേക്കാണ് ഞങ്ങൾ ഈ ഇറങ്ങോണ്ട് തകർക്കാൻ പോണ്. നോക്കാം നമുക്ക്. അടിപൊളി വെള്ളം. സുശിയും ചക്കനും ശരിക്കും മിസ് ചെയ്തു. കൊണ്ടുവരാണ്ട് കൊണ്ടു വല്ലാണ്ട് കൊണ്ടിട്ടാ വെള്ളത്തിൽ പൊന്നിട്ട് വേണം. അറിയാം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ വെള്ളമാണ്, ഒന്നും പറയാനില്ല. അടിപൊളി സ്വിമ്മിംഗ് പൂൾ, നാച്ചുറൽ പൂൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാച്ചി അല്ലണ്ണ. കിടക്കാനറിയില്ല, അപ്പൻ ഇത് ചെയ്യും, അവൻ ചെയ്യും. അച്ഛൻ വെറുതെ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. അതിലച്ചു ഭയങ്കര എക്സ്പെർട്ടാ. അത് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച് പഠിച്ചാ. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളുടെ കുളത്തിൽ നീരാട്ടമൊക്കെ കഴിഞ്ഞിട്ട് കയറിയിരിക്കുകയാണ് തിരിച്ച്. ഒന്നും പറയാനില്ല, സൂപ്പർ എക്സ്പീരിയൻസ്. കൊടേരി ക്ഷേത്രത്തിൻ്റെ കൊടശ്ശേരി ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള കോരിക്കുളം. അമ്മോ ഒന്നും പറയണ്ട, അടിപൊളി. ഇത് കാണുന്നതാണ് കൊടശ്ശേരി മല ക്ഷേത്രം. ഇപ്പം നല്ല അടിച്ചിട്ടേക്കുന്നതാണ്. ഇത് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് തൊട്ടിൽ നേർച്ച ആണ്. കഥ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് നടന്ന് പോവാ ഈ ഇങ്ങനെ കാട്ടിൽ വലിയച്ഛനെ പോലെ സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരൻ. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും അങ്ങനെ ഞങ്ങൾ തിരിച്ച് അമ്മയുടെ വീട്ടിലോട്ട് എത്തേക്കാണ്. നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് കയറുവാണ്. അപ്പം ഞങ്ങളുടെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അടിപൊളി സെറ്റപ്പാണ്. ബിരിയാണിയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓപ്പൺ എയറിലുള്ള ഗിയറാണ്. അച്ചോ ബിരിയാണി സൂപ്പർ. സന്തോഷമായി നിങ്ങൾ തന്നതെല്ലാം സ്വീകരിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ വിട ചൊല്ലുന്നേ. അപ്പം ഞങ്ങൾ അമ്മയോട് വിട പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടുത്തെ കറക്കം ഇവിടെ അവസാനിക്കുകയാണ്. വിട ചൊല്ലി സന്തോഷമായി തന്നതെല്ലാം സ്വീകരിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ വിട ചൊല്ലുന്നേ. അമ്മായി അപ്പം ഇനി കാണുമ്പോൾ കാണാം. ഓക്കെ, ബൈ 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 ബൈ. ടാറ്റാ ടാറ്റാ.
അതോ അപ്പൊ ഓക്കെ ബൈ എനിക്കൂടാ ബൈ. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആര്യമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കാണ്. അച്ഛൻ്റെ പെങ്ങളുടെ മൂത്ത പെങ്ങളുടെ മകളുടെ വീട്ടിൽ. ഇതാണ് ശ്രീദേവിജി, അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ മോള്. ഇത് ഉണ്ണിയേട്ടൻ, ശ്രീദേവിച്ചിയുടെ ഭർത്താവ്. രണ്ട് ആൺപിള്ളേരാണ്. ഒന്ന് സുജി, ഗൾഫിലായിരുന്നു, ഇപ്പൊ ഇവിടെ സെറ്റിൽ ആയിക്കോണ്. പിന്നെ എൻ്റെ വൈഫ് ഹിൽഷ, എൻ്റെ വൈഫ് ഹിൽഷ. ഇത് മോള്, പിന്നെ മോനുണ്ട്. ഇത് ഇവനാണ് മകൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അടിപൊളി സാധനം കാണാനുണ്ട്. സൂപ്പർ അക്രേറ്റ് പാലം. നമുക്ക് അതും കൂടി കണ്ടിട്ട് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ അക്രേറ്റ് പാലം. കനാലാണ്. വേനലില് കൃഷിക്ക് വേണ്ടി വെള്ളം ഇടയ്ക്കിടയ്ക്ക് തുറന്നിടുന്ന, ഡാമിൽ നിന്ന് തുറന്നിടുന്ന കനാലാണ്. ഇപ്പോൾ ഡ്രൈ ആയി കിടക്കുകയാണ്. ഇതും അങ്ങനെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഡൈവേർട്ട് ചെയ്യാനുള്ള പാലമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഞാൻ എടുത്തോണ്ടിരിക്കാം. 1954 ഈ അക്രേറ്റ് പാലം ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം കൃഷിക്കും കാര്യങ്ങൾക്കുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കനാലായിരുന്നു. ആ കനാലിൻ്റെ പാടത്തെ കൂടി ക്രോസ് ചെയ്ത് പോകുന്ന ഒരു അക്രേറ്റ് പാലമാണത്. എന്തായാലും വളരെ അടിപൊളി വ്യൂ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പാടം. പോകുന്ന വഴിക്ക് അടുത്തൊരു വീട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. നമ്മുടെ പെരിങ്ങണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെരിങ്ങണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. ഇതും ഇതേമാതിരി പഴയ ടൈപ്പിനുള്ളൊരു തറവാടാണ്. കംപ്ലീറ്റ് മച്ചും ഓടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പഴയ സെറ്റപ്പിലുള്ള വീട് തന്നെയാണ്. തനിമ നിലനിർത്തിക്കൊണ്ടുള്ള വീടാണ് ഇത്. അമ്മാവൻ, അച്ഛൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ ഹസ്ബൻഡ് അമ്മാവൻ. ഇതാണ് അമ്മായി, ശാന്തമ്മായി. അപ്പോൾ ഞങ്ങൾ ശാന്തമ്മയുടെ വീട്ടിൽ നിന്ന് നേരെ അച്ഛൻ്റെ അടുത്തൊരു അമ്മാവൻ്റെ വീട്ടിലോട്ട് വന്നേക്കുന്നത്. ഇതാണ് അച്ഛൻ്റെ അമ്മാവൻ, വിജയമാവൻ. ഞങ്ങളുടെ കുടുംബത്തിലെ മൊത്ത കാരണവരല്ല, രണ്ടാമത്തെ വിജയമാവൻ. ഹായ് എല്ലാവർക്കും, ഈ കാണുന്ന എല്ലാവർക്കും ഹായ് കൊടുത്ത്. ഇതാണ് അമ്മായി, ഇത് അമ്മായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇരിങ്ങാലക്കുട എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ശ്രീചേച്ചിയും സിന്ധേച്ചിയും അവരെല്ലാവരും ഇറക്കിയിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.